ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രമോട് നമ്മുടെ അലീന രോഹിത്തിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെ ആരൊക്കെ കൈവിട്ടാലും ഞാൻ കൈവിടത്തില്ല കേട്ടോ, നീ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കി പറയുകയാണേ. പിന്നീട് നമ്മുടെ കൃഷ്ണമോള് നമ്മുടെ രോഹിത്തിനെ അലീനയെ കത്തിക്കാൻ പോയല്ലോ, നമ്മുടെ ശരണ്യെ കാണാൻ പോയപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഫോണിൽ വീഡിയോ മനു അയച്ചു കൊടുത്ത വീഡിയോ അതൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ നമ്മുടെ രോഹിത്തിന്റെ അടുത്ത്. എന്നിട്ട് നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ശരണ്യ ചേച്ചി മൊഴി മാറ്റി പറഞ്ഞതിന് പിന്നിൽ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് രോഹിത്തേട്ടാ, അതുകൊണ്ട് അലീന ചേച്ചി ഇനിയെങ്കിലും സങ്കടപ്പെടുത്തരുത് എന്ന് പറയുകയാണ് നമ്മുടെ രോഹിത്തിന്റെ അടുത്ത്. അപ്പൊ രോഹിത്തിനും നമ്മുടെ ബബിതയ്ക്കും ഇപ്പൊ നമ്മുടെ അലീനയെ സ്വന്തം ചേച്ചിനെ പോലെ തന്നെ ഇഷ്ടാട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ 3 മക്കളും, അതായത് ബബിതയും കൃഷ്ണയും നമ്മുടെ രോഹിത്തും എല്ലാവരും 3 പേരും നമ്മുടെ അലീനയെ സ്നേഹിച്ചു തുടങ്ങുകയാണ്. പിന്നെ നമ്മുടെ അലീന ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ രോഹിത്ത് ഒരു മടിയും കൂടാതെ കഴിക്കുന്നുണ്ട്. നമ്മുടെ ബബിതയാണെങ്കിലും എപ്പോഴും നമ്മുടെ അലീനയ്ക്കൊപ്പം ഉണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു നിമിഷങ്ങൾ തന്നെ. നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ചിട്ട് നമ്മുടെ കൃഷ്ണമോൾ ഭയങ്കര സന്തോഷത്തോടെ ഓടി കളിച്ചും ചിരിച്ചും ഓടിയിട്ട് എന്തോ കാഴ്ച കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ വൈജയന്തി മാത്രമാണ് ഇപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ വൈജയന്തിയുടെ അടുത്ത് എന്തോ നമ്മുടെ കൃഷ്ണമോൾ പറയാൻ വരുമ്പോൾ നമ്മുടെ വൈജയന്തി കൊത്തോ കൊത്തോ എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ കൃഷ്ണമോൾ ഇതൊരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വൈജയന്തി എടി എടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയടി, അല്ലാതെ പൊറുപുറുക്കല്ലേടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജയന്തി കിടന്ന് പാടെടുക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. ഏറ്റവും അവസാനം അമ്മയും സ്നേഹിച്ച് തുടങ്ങും മിക്കവാറും, അല്ലെ? അങ്ങനെയായിരിക്കും ഈ പരമ്പരയുടെ അവസാനം. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.